അപ്പോൾ ആശുപത്രി വെച്ചിട്ട് നമ്മൾ പോയത്. ടെക്ഹാക്വർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിപ്സം കൊണ്ട് ഒരു ബോക്സ് പോലെ ഡിസൈൻ ചെയ്ത് കോഫി വൈറ്റ് കോമ്പിനേഷനുള്ള. അപ്പോൾ ആ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വാളിലേക്കായിട്ട് ആ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ ഇഷ്ടമാകുന്നതിനൊന്ന് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പോകും. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ ആപ്പ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വാളിൽ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മളത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാർക്ക് ചെയ്യുന്ന കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ആയതുകൊണ്ട് ഡ്രില്ലിൻ്റെ ഒരു സ്പേസ് അവിടെ കണ്ടിട്ട് ഒരു മാർക്ക് നമ്മൾ ആദ്യം സ്ട്രൈറ്റ് ആക്കിയിട്ട് ഇടുക. ഇത് കുറച്ച് ഹൈറ്റ് തന്നെ ഇട്ടാൽ നോക്കാം. അതിനുശേഷം ഹൈറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഹൈറ്റ് വരുന്നത് നമ്മൾ 145 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് ഒക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോൾ ടൈലിടാത്തത് കൊണ്ട് ഒരു 148 ആ ഒരു ലെവലിൽ വെച്ചിട്ട് ഒരു മാർക്കിങ് ഇട്ട് പിടിക്കും. അപ്പോൾ ഇതിൽ ഞാൻ വെച്ച അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇതിൻ്റെ പുറമേ വരുന്ന അളവ് വരുന്നത് 13 ഇഞ്ചാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ അരിഞ്ച് ബോർഡ് വരുന്ന സമയത്ത് 14 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകം വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് 1 ഇഞ്ച് പെരിമീറ്ററും 1/2 ഇഞ്ച് ഇപ്പുറത്തും വരുന്ന സമയത്ത് 2 ഇഞ്ച് ഇപ്പുറം 2 ഇഞ്ച് ഇപ്പുറം കുറയും. അപ്പോൾ ടോട്ടൽ നമുക്ക് അകം വരുന്നത് 10 ഇഞ്ച് മാത്രമേ വീതി കിട്ടും. അതുപോലെ തന്നെ ഇതും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് വെച്ചിട്ടുള്ളത് ഈ മാർക്കിംഗ് ഉള്ളത് 16 ഇഞ്ചാണ്. ബോർഡ് വരിക 1/2 ഇഞ്ച് മുകളിലും 1/2 ഇഞ്ച് താഴെയും വരുമ്പോൾ 17 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തത്. നമ്മളിപ്പോൾ ആ ഫോട്ടോയിൽ കാണിച്ചതും അതേ അളവ് തന്നെയാണ്. പക്ഷേ അതിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു ഭാഗം അങ്ങനെ തന്നെ കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു മാറ്റമേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി അടുത്തൊരു പെരിമീറ്റർ അടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആദ്യം തന്നെ ടോപ്പിലുള്ളതും ഈ ഒന്നും ഇതുമാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് 13 ഇഞ്ചാണ് നീളം വരുന്നത്. നമ്മൾ ആദ്യം തന്നെ പെരിമീറ്റർ 13 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പെരിമീറ്റർ നമ്മൾ സാധാരണ അടിക്കുന്നത് വലിയ ഭാഗം താഴെയാക്കിയിട്ട് അടിക്കൽ. അപ്പോൾ ഇതിന് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്, വലിയ ഭാഗം മുകളിലാക്കിയിട്ട് അടിക്കുന്നത്. കാരണം നമ്മൾ ഈ ഭാഗത്ത് നിന്ന് സ്ക്രൂ ചെയ്യുന്ന സമയത്ത് കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ അടിഭാഗത്ത് നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റും, അതുപോലെയല്ല ഈ ഭാഗത്ത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഈ വലുത് മുകളിലാക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ബോർഡ് കട്ട് ചെയ്യാൻ വേണ്ടി പോയത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു ബോക്സ് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഏകദേശം രൂപം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇതും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിടും. നമുക്ക് ടോട്ടൽ 10 ഇഞ്ചാണ് വേണ്ടത്. അതിനുശേഷം 6 ഇഞ്ച് മാർക്ക് ചെയ്യുക, അങ്ങനെ 10 ഇഞ്ച്. ഇങ്ങനെ ഈ 3 മാർക്കിങ് കണക്കാക്കിയിട്ട് ഈ സൈഡ് ഇങ്ങനെ 45 ചെത്തിയിട്ടാണ് ഈ സി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിൽ നിന്ന് നമുക്ക് ഏകദേശം 2.5 ഇതുപോലത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2.5 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് 2 ബോർഡ് വാങ്ങിക്കഴിഞ്ഞാൽ 5 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 2 പെരിമീറ്റർ വാങ്ങുന്നതാണെങ്കിൽ 3 എണ്ണത്തിനുള്ള പെരിമീറ്റർ ഉണ്ടാവും. അപ്പോൾ അത്രയും സാധനത്തിന് കോസ്റ്റ് വരുന്നുള്ളൂ. ചെറിയൊരു കോസ്റ്റ് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു സ്വയം ചെയ്യുന്നതാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് ബേസ് കണക്കൂട്ടുന്നതാണെങ്കിൽ ഏകദേശം 40 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരും. അപ്പോൾ നമുക്ക് നോർമലി സ്വയം ചെയ്യുന്നതാണെങ്കിൽ ഇത്രയും മെറ്റീരിയൽ ആവശ്യമുള്ളൂ. അങ്ങനെ 15 മാർക്ക് ചെയ്ത് കത്തി കൊണ്ട് ഇവിടെ ലൈൻ ഇട്ടിട്ട് ഇത് മുറിച്ചെടുക്കും. അപ്പോൾ ബോർഡ് മുറിച്ച് മടക്കിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ഇത് കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ വെറുതെ കാണിച്ച് ബോറടിപ്പിക്കണമെന്ന് വെച്ചിട്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ ഇത്രയും ആക്കിയതിന് ശേഷമാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇത് ഫിറ്റാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ബോർഡ് കംപ്ലീറ്റ് ഈ ഒരു സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പെരിമീറ്റർ കയറാൻ വേണ്ടി ഇങ്ങനെ ഒരു കട്ടിങ്ങും താഴെ നമ്മൾ അടിയിലേക്കുള്ള ബോർഡ് വരാൻ വേണ്ടി ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി.
അപ്പോൾ ലാസ്റ്റത്തെ പീസ് ഇടാൻ വേണ്ടി പോയത്. അപ്പോൾ പുട്ടിയിട്ട് കഴിഞ്ഞ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൽ നമ്മൾ പുട്ടി വരച്ച് പെയിൻ്റ് അടിക്കുന്നതുള്ളത്, അതേപോലെ ഞാൻ ഇപ്പം കാണിക്കുന്നില്ല. ഞാൻ ചെയ്ത് വേറൊരു വർക്ക് ഉണ്ട്, ആ വർക്കിൽ എങ്ങനെയാണ് വരിക എന്നുള്ള ഫിനിഷ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. എന്നാൽ കാണിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേ റൂമിൽ തന്നെ വേറൊരു വാളിൽ കുറച്ചുകൂടി വർക്ക് ഉണ്ട്. അത് ആ ഒരു സമയത്ത് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുക. നമ്മൾ അതേ റൂമിൽ തന്നെ കുറച്ചുകൂടി വർക്ക് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് അതും കൂടി ഫിനിഷ് ആയിട്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ടുള്ളത് കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.